പിശാചിന്റെ ഏറ്റവും വലിയ കണി എന്നാണെന്നറിയാമോ? ദൈവത്തിന്റെ കാരുണ്യത്തെ സംശയിക്കാൻ അവൻ പ്രേരിപ്പിക്കും. ചിലരൊക്കെ പറയും, ഞാൻ ഇത്രയും വലിയ പാപം ചെയ്തു, കർത്താവ് എന്നോട് ക്ഷമിക്കോ, കർത്താവ് എന്നോട് കരുണ കാണിക്കോ എന്നൊക്കെ അനേകരുടെ മനസ്സിനെ അലട്ടുന്ന ഒരു വിഷയമാണ്. അതിന് ജോൺ മരിയാവിന് കുമ്പസാരക്കൂട്ടിലെ വിശുദ്ധനാണ്, നമുക്കറിയാം. മണിക്കൂറുകൾ 10-18 മണിക്കൂറൊക്കെ ഒരു ദിവസം കുമ്പസാരക്കൂട്ടിലിരുന്ന് കർത്താവിന്റെ കാരുണ്യത്തിന്റെ സ്രോതസ്സായി നിലനിന്ന ഒരു വിശുദ്ധനാണ്. ഈ പുണ്യവാളൻ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമാണ്, കർത്താവിന്റെ കാരുണ്യം അതിരറ്റതാണ്, അതിനതിര് കൽപ്പിക്കരുത് എന്ന് കൂട്ടിച്ചേർക്കുന്നു. കർത്താവിന്റെ കാരുണ്യത്തെ സംശയിക്കുന്നതിനേക്കാളും വലിയ പാപമില്ല. കർത്താവിന്റെ കാരുണ്യത്തെ സംശയിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ പാപത്തിൽ നിന്ന് പുറത്തു വരാൻ പറ്റില്ല. ഈ പാപത്തിന്റെ വേട്ടയാടുന്ന സ്വഭാവം നമ്മൾ ഇന്നും വേട്ടയാടിക്കൊണ്ടിരിക്കും. അപ്പൊ അതിന് പുറത്തു വരാൻ കർത്താവിന്റെ കാരുണ്യത്തിൽ ഒരു ദൈവ പൈതൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കേണ്ടതുണ്ട്. എന്റെ കർത്താവ് കുമ്പസാരക്കൂട്ടിലൂടെ കടന്നു പോകുന്ന ഒരു ദൈവ പൈതൽ, എന്റെ കർത്താവ് എന്നോട് പൂർണ്ണമായും ക്ഷമിച്ചു, കരുണ കാണിച്ചു എന്ന് വിശ്വസിക്കുന്നിടത്തെ ആത്മാവിന് ഒരു പുതുജീവിതം സാധ്യമാകും. ഒരു പുതുജീവിതം അസാധ്യമാകുമാറ് ശത്രുവിന്റെ കണി എന്നാണെന്നറിയാമോ? ഇത്രയും വലിയ പാപം ചെയ്തില്ലേ, ഇന്ന് കർത്താവ് ക്ഷമിക്കില്ല, കർത്താവ് കരുണ കാണിക്കില്ല എന്ന് പറഞ്ഞ് നമ്മളെ വീണ്ടും കുറ്റബോധത്തിലേക്ക് തള്ളിയിടുന്നത് ശത്രുവിന്റെ സ്വരമാണ്, തീരുമാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മെ അനുതാപത്തിലേക്കാണ് നയിക്കുക.